നമ്മുടെ ഭരണകൂടം എല്ലാവർക്കും വേണ്ടിയുള്ളതാണോ? മാർക്സിസ്റ്റ് വീക്ഷണം അനുസരിച്ച് അല്ല. എങ്കിൽ പിന്നെ എന്തിനാണ് പോലീസും ജയിലും? മനുഷ്യ ചരിത്രത്തിന്റെ ഭൂരിഭാഗം സമയത്തും ഈ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗോത്രകാലത്ത് സ്വത്ത് പൊതുവായിരുന്നു. സമാധാനം കാത്തിരുന്നത് ജനങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഭൂമിയും കന്നുകാലികളുമായി സ്വകാര്യ സ്വത്ത് വന്നതോടെ സമൂഹം രണ്ടായി പിളർന്നു. സ്വത്തുള്ളവരും ഇല്ലാത്തവരും. ഇവർ തമ്മിലുള്ള സാമ്പത്തിക താൽപ്പര്യങ്ങൾ നേർവിപരീതമായിരുന്നു. ഈ വർഗസമരം സമൂഹത്തെ തന്നെ തകർക്കുമെന്ന അവസ്ഥയിലെത്തി. ഇതിനൊരു പരിഹാരമായാണ് സമൂഹത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു മൂന്നാം ശക്തിയെ അവർ സൃഷ്ടിച്ചത്. അതാണ് ഭരണകൂടം അഥവാ സ്റ്റേറ്റ്. പരസ്പരം തല്ലിച്ചാകാതിരിക്കാൻ ഭരണകൂടം ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന പുതിയൊരു അധികാരവർഗത്തെ ഉണ്ടാക്കി. പോലീസും പട്ടാളവും ജയിലും ജനിച്ചു. എന്നാൽ ഭരണകൂടം ഒരിക്കലും നിഷ്പക്ഷമായിരുന്നില്ല. സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന വിഭാഗം തങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാനായി ഭരണകൂടത്തെ അവരുടെ സ്വന്തമാക്കി. ചരിത്രം നോക്കുക. പണ്ട് അടിമകളെ അടിച്ചമർത്താൻ ഉടമകളും പിന്നീട് കർഷകരെ ചൂഷണം ചെയ്യാൻ ജന്മിമാരും ഇന്ന് തൊഴിലാളികളെ ഭരിക്കാൻ മുതലാളിമാരും ഉപയോഗിക്കുന്നത് ഇതേ ഭരണകൂടത്തെയാണ്. അപ്പോൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഈ പോലീസും പട്ടാളവും ഒന്നും സമൂഹത്തിന്റെ നന്മയ്ക്കല്ല, മറിച്ച് അസമത്വം നിലനിർത്താൻ ഭരണവർഗം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മാത്രമാണ്.